ഇന്നത്തെ റെസിപ്പി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും വൈകുന്നേരം ചായയുടെ കൂടെയായാലും ഏത് സമയത്തായാലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1 കപ്പ് മക്രോണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മക്രോണി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത്. മക്രോണിക്ക് പകരം നമ്മൾ സേമിയ വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മക്രോണി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടണം. നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പിന് താഴെയായിട്ട് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം തന്നെ മക്രോണിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ മക്രോണിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഒരു അരിപ്പയിലൂടെ വെള്ളമൊക്കെ വാർത്തതിന് ശേഷം നമ്മൾ മിക്സാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുഴിയുള്ള ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ കടായി ആയാലും മതി. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഏകദേശം ആയി വരുന്ന സമയത്ത് ഉണക്കമുന്തിരി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം മുകളിലേക്കായിട്ട് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് വിതറി കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. മുട്ടയൊക്കെ ആയത് കാരണം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ മുകൾ ഭാഗമൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു നെയ്യ് സ്പ്രെഡാക്കിയിട്ടുള്ള ഒരു പാനിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം കൂടെ ഒന്ന് കളർ മാറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.